അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്ന സലം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിൻ്റെ പാർട്ട് 2 കിതാബിലെ 6ാമത്തെ പാഠഭാഗമാണ്. അദ്ദർസു സാദിസു, പാഠം 6, അത്താ ഉൽ മർബൂത്ത. താ ഉ മർബൂത്തയെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിക്കുന്നത്. കണ്ടോ, ഹ താ എന്നും ഇതിനെ അറിയപ്പെടാറുണ്ട്. നമ്മൾ താ കണക്ക് തന്നെയാണ് ഉച്ചരിക്കുന്നത്, ഉച്ചാരണത്തിൽ വ്യത്യാസമൊന്നുമില്ല. ഈ താ മർബൂത്ത നമ്മൾ വഖഫ് ചെയ്ത് ഉച്ചരിക്കുന്നതും വസ്ല് ചെയ്ത് ഉച്ചരിക്കുന്നതും എങ്ങനെയാണെന്നാണ് ഈ പാഠഭാഗത്തിൽ പരിചയപ്പെടുന്നത്. അതായത് നിർത്തി ഉച്ചരിക്കുന്നതും ഒഴുക്കോടെ ഓതിപ്പോകുന്നതും എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ റെഡ് കളറിൽ തന്നിരിക്കുന്നത് നമ്മൾ വസ്ല് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉച്ചരിക്കുന്നതെന്നും, ഈ ഗ്രീൻ കളറിൽ തന്നിരിക്കുന്നത് നമ്മൾ വഖഫ് ചെയ്യുമ്പം എങ്ങനെ ഉച്ചരിക്കും എന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. വായിക്കുന്നത് നമ്മൾ താ വായിക്കുന്നത് കണക്ക് തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. താ, തി, തു, തൻ, തിൻ, തുൻ ഇങ്ങനെ തന്നെയാണ് വായിച്ചു പോകുന്നത്. നമ്മൾ താ മർബൂത്ത നിർത്തി ഉച്ചരിക്കുമ്പോൾ, അതായത് വഖഫ് ചെയ്ത് ഉച്ചരിക്കുമ്പോൾ ഹ എന്ന സൗണ്ട്, ആ ഈ സൗണ്ടിലാണ് നിർത്താറുള്ളത്. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ അൽ ജന്നത്ത എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഈ താ നമ്മൾ ഗ്രീൻ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഗ്രീൻ കളറിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ വഖഫ് ചെയ്ത് ഉച്ചരിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന്. നോക്കി, അൽ ജന്നത്ത എന്നാണ് കൊടുത്തിരിക്കുന്നതെങ്കിലും നമ്മളവിടെ എങ്ങനെ ഉച്ചരിക്കും? അൽ ജന്ന, ഒരു ഹ് സൗണ്ടാണ് വരുന്നത് താന് പകരം. അൽ ജന്ന, കണ്ടോ. അൽ ഖാരിഅ, അൽ ജിന്ന, ഹുമസത്തിൻ. ഇവിടെ നമ്മൾ ഗ്രീൻ കളറിലല്ല റെഡ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ വസ്ല് ചെയ്ത് ഉച്ചരിക്കുന്നത് എങ്ങനെയാണെന്നാണ് പഠിക്കുന്നത്, അതായത് ഒഴുക്കോടെ ഓതിപ്പോകുന്നത്. അപ്പോൾ നമ്മൾ താന് ചിഹ്നം കൊടുത്ത് തന്നെ ഉച്ചരിച്ചു പോകും. നിർത്തുകയാണെങ്കിൽ മാത്രം ചിഹ്നം മാറ്റി നമ്മൾ അവിടെ ഹ സൗണ്ട് കൊണ്ടുവരും. നിർത്താതെ ഓതിപ്പോവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആ താന് എന്ത് ചിഹ്നമാണോ ആ ചിഹ്നം ഇട്ട് തന്നെ നമ്മൾ ഓതിപ്പോകും. ഹുമസത്തിൻ, ലുമസത്തിൻ, ബയ്യിന, ബയ്യിന, ഈഷ. ഇവിടെ യഥാർത്ഥത്തിൽ ഈഷത്തുൻ എന്നാണ് വേർഡെങ്കിലും നമ്മൾ ഈഷ അവിടെ വഖഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണെന്ന് നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഗ്രീൻ കളർ കൊടുത്തിരിക്കുന്നത്. അടുത്ത ദർറത്തൻ, ഇവിടെ റെഡ് കളർ ആയതുകൊണ്ടാണ് ദർറത്തൻ എന്ന് തന്നെ ഉച്ചരിച്ചത്. മുതഹറത്തൻ, മുതഹറത്തൻ. അപ്പോൾ ഒന്നും കൂടി നോക്കിയേ. അൽ ജന്ന, അൽ ഖാരിഅ, അൽ ജിന്ന, ഹുമസത്തിൻ, ലുമസത്തിൻ, ബയ്യിന, ഈഷ, ദർറത്തൻ, മുതഹറത്തൻ. അപ്പോൾ മനസ്സിലായോ? കൂടുതൽ കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ നിർത്താതെ ഓതി പോകുകയാണെന്നുണ്ടെങ്കിൽ ത ആയിട്ടും, അതല്ല നമ്മൾ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഹ ആയിട്ടുമാണ് ഉച്ചരിക്കാറുള്ളത്. അത്രയേ ഉള്ളൂ ഇതിൽ. മനസ്സിലായോ? നിർത്തുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഹ ആയിട്ട് ഉച്ചരിച്ച് നിർത്തും. അതല്ല ഓതിപ്പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ത ആയിട്ട് തന്നെ ഉച്ചരിച്ച് പോവുകയും ചെയ്യും. ഇനി നമുക്ക് ആക്ടിവിറ്റി നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി താ കൊടുത്ത് എഴുതാം. താ മർബൂത്ത കൊടുത്ത് എഴുതാം. ഇവിടെ മൗത്തുൻ എന്നാണ് വേർഡ്, താ കൂടി കൊടുക്കുമ്പോൾ മുത്തത്തുൻ എന്നാകുന്നു. അടുത്തത് ബയ്യിനുൻ എന്നാണ് വേർഡ്, താ മർബൂത്ത കൊടുക്കുമ്പോൾ ഈ ഉൻചിഹ്നം അങ്ങ് മാറും, പകരം അവിടെ ഫതഹ വന്നിട്ട് ബയ്യിനത്തുൻ എന്നാകും. ഇവിടെ ഷജറുൻ എന്നാണ് വേർഡ്, അപ്പോൾ ലമ്മ തൻവീൻ മാറ്റി അവിടെ നമ്മൾ ഫതഹാക്കും, ഷജറത്തുൻ എന്ന് വരും. അടുത്തത് ലൈലുൻ എന്ന വേർഡ് ലൈലത്തുൻ എന്നാകും. വർദുൻ എന്ന വേർഡ് വർദത്തുൻ എന്നാകും. ബരിയുൻ ബരിയത്തുൻ. അപ്പോൾ ഒന്ന് നോക്കിയേ. മൗത്തത്തുൻ, ബയ്യിനത്തുൻ, ഷജറത്തുൻ, ലൈലത്തുൻ, വർദത്തുൻ, ബരിയത്തുൻ. ഇങ്ങനെയാണ് ആൻസർ വരിക. അടുത്ത ആക്ടിവിറ്റി നോക്കി. പഠിച്ച വാക്കുകൾ ചേർത്ത് എഴുതാം. ഇവിടെ കുറച്ച് വാക്കുകളും തന്നിട്ടുണ്ട്, താവും തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ പഠിച്ച വാക്കുകൾ കണ്ടെത്തി താ ചേർത്ത് ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പല കോളങ്ങളിൽ നിന്നെടുത്ത് അലിഫ്, ലാം, ഖാഫ്,
അലിഫ്, റാ, ഐന്, അതിൻ്റെ കൂടെ താവും കൂടെ ചേർത്ത് അൽ ഖാരിഅത്തു എന്നൊരു വേർഡ് ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ പാഠഭാഗത്തിൽ പഠിച്ച കുറച്ച് വാക്കുകൾ ഇതിൽ നിന്ന് കണ്ടെത്തി ത ചേർത്ത് ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അലിഫ് ലാം ചേർന്ന് കഴിഞ്ഞാൽ നമ്മൾ പിന്നീട് തൻവീൻ അവസാനത്തിൽ കൊടുക്കാറില്ല. അലിഫ് ലാം ആദ്യത്തിൽ വന്നു കഴിഞ്ഞാൽ തൻവീൻ അവസാനത്തിൽ കൊടുക്കാറില്ല. അലിഫ് ലാം ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ തൻവീനിൽ അവസാനിപ്പിക്കാറുള്ളൂ. ഇതും കൂടി പ്രത്യേകം മനസ്സിൽ വെച്ചിട്ട് വേണം ഈ ആക്ടിവിറ്റി ചെയ്യാനായിട്ട്. അപ്പോൾ തനിയെ ചെയ്യുമല്ലോ. ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി നോക്കാം. താ ഉള്ള വാക്കുകൾ നോട്ട്ബുക്കിൽ എഴുതാം. താ മർബൂത്ത് ഉള്ള വാക്കുകൾ നോട്ട്ബുക്കിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബൈത്തുൻ, ഇത് താ മർബൂത്ത ആണോ? അല്ലല്ലേ. ഈ താ അല്ലല്ലോ താ മർബൂത്ത, ഇതാണ് താ മർബൂത്ത അല്ലേ. അതുകൊണ്ട് ഇത് വേർഡ് നമുക്ക് എഴുതാൻ പറ്റില്ല. അടുത്ത നോക്ക്. ഖുറത്തുൻ, ഇത് നമുക്ക് എഴുതാൻ പറ്റും. സെയ്ത്തുൻ പറ്റില്ല. മാഹിയ, ഇത് പറ്റുമോ? ഇത് പറ്റില്ല. എന്തുകൊണ്ടാണ്? ഇവിടെ ഹ ആണ് വന്നിരിക്കുന്നത്, താ അല്ലല്ലേ. കണ്ടാൽ താ കണക്ക് തന്നെയാണ്, പക്ഷേ പുള്ളിയില്ല. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. അടുത്ത നോക്ക്. റഹ്മത്തുൻ, അത് താ മർബൂത്തയാണ്, അതുകൊണ്ട് ആ വാക്ക് എഴുതാം. കുർഹുൻ എഴുതാൻ പറ്റില്ല. ബിന്ദുൻ പറ്റില്ല. ഫിഖ്ഹുൻ പറ്റില്ല. കലിമത്തുൻ പറ്റും. വജ്ഹുൻ പറ്റില്ല. ബറക്കത്തുൻ പറ്റും. അപ്പോൾ ഏതൊക്കെ വാക്കുകൾ എഴുതാൻ പറ്റും? ഖുറത്തുൻ എഴുതാൻ പറ്റും, റഹ്മത്തുൻ പറ്റും, കലിമത്തുൻ പറ്റും, ബറക്കത്തുൻ പറ്റും. 4 വാക്കുകളാണ് എഴുതാൻ പറ്റുന്നത്. അടുത്തത് സ്റ്റോപ്പ് ആൻഡ് ഗോ ഗെയിം. മർഫൂഅത്തിൻ മുതഹ്ഹറ, ജന്നത്തിൻ ആലിയ, നാസിയത്തിൻ കാദിബ. മനസ്സിലായോ? മർഫൂഅത്തിൻ മുതഹ്ഹറ, ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തല്ലേ, ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തില്ല. ജന്നത്തിൻ ആലിയ, ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തില്ല, പക്ഷേ ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. നാസിയത്തിൻ കാദിബ, ഇവിടെയും സ്റ്റോപ്പ് ചെയ്തില്ല, ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. വല്ലതും മനസ്സിലായോ? ഇവിടെയും താ വന്നു, ഇവിടെയും താ വന്നു. ഇവിടെ പക്ഷേ നമ്മൾ സ്റ്റോപ്പ് ചെയ്തില്ല, ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇവിടെയും താ വന്നു, ഇവിടെയും താ വന്നു. ഇവിടെ സ്റ്റോപ്പ് ചെയ്തില്ല, ഇവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇതാ ഉദ്ദേശിച്ചത്. സ്റ്റോപ്പ് ചെയ്യാതിരുന്നപ്പോൾ നമ്മൾ താ സൗണ്ട് കൊടുത്തു, സ്റ്റോപ്പ് ചെയ്തപ്പോൾ ഹ സൗണ്ടാണ് കൊടുത്തത്. ഇതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇൻഷാല്ലാ പാഠഭാഗവും ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആക്ടിവിറ്റിയൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു പാഠഭാഗവുമായി കാണും വരെ മഅസ്സലാമ.